അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ അസുലഭമായൊരു മുഹൂർത്തമാണ്. അതിന് കാരണം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ, അറബികളുടെ ഭാഷയിൽ അബുൽ ഹൈതം, നമ്മുടെയൊക്കെ ഷെയ്ഖ് അബൂബക്കർ അല്ലെങ്കിൽ എ പി ഉസ്താദ്, ആ ഉസ്താദിനെ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിലെ വലിയ ഒരുപാട് അനുഭവങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ വിശ്വാസപൂർവം എന്ന ആത്മകഥയിലൂടെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ മീലാദ് പരിപാടി, അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മൗലിദ് സംഗമങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഉസ്താദിൻ്റെ യാത്രയിലെ അനുഭവങ്ങളും കൂടി പ്രേക്ഷകർക്ക് പ്രത്യേകം തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. നമുക്കൊക്കെ ഉസ്താദ് കാണിച്ചു തന്ന അതേ വഴിയിൽ മുന്നേറാൻ എല്ലാവിധ തൗഫീഖും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഉസ്താദിനോട് തന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയോഗിക്കപ്പെട്ടതിനാൽ ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മർക്കസു സഖാഫത്തി സുന്നിയയിലെ ഉയർന്ന കോഴ്സുകളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്ത പരിചയം, അതുപോലെ തന്നെ കോടതിയിൽ ചില സാക്ഷികളെ എതിർവിസ്താരം നടത്തിയ പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ചോദിച്ചറിയലാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് ചില കാര്യങ്ങൾ ചോദിക്കും, ഉസ്താദ് ആ കാര്യങ്ങൾ വിശദീകരിക്കും. അത് കേൾക്കുമ്പോൾ ഉസ്താദിൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഇതുവരെ നമ്മൾ മനസ്സിലാക്കാതിരുന്ന കാര്യങ്ങൾ നമുക്കറിയാനുള്ളൊരവസരം ഇത് മുഖേന ഉണ്ടാകും. അല്ലാഹു തആല ഇതെല്ലാം ഖൈറിന് വേണ്ടിയുള്ള വഴികളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഉസ്താദിനോട് ഒരു ശിഷ്യനായ എനിക്ക് ഇത്തരം ഒരു അഭിമുഖം നടത്തുമ്പോൾ സംസാരത്തിന് തന്നെ ഒരുപാട് ലിമിറ്റുകൾ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അദബുകളൊക്കെ പൊരുത്തപ്പെടണം എന്ന് ആദ്യം തന്നെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഉസ്താദിൻ്റെ യാത്രകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം ചോദിക്കുന്നത്. 1996 ഉസ്താദ് 2ാം വട്ടം അമേരിക്കയിലേക്ക് പോവുകയാണ്. അന്ന് ഉസ്താദ് പോയിരുന്നത് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് എന്ന മഹാനഗരത്തിലേക്കാണ്. അവിടെ എത്തിയ അന്നത്തെ ആദ്യ പരിപാടി തന്നെ ഒരു അമേരിക്കൻ മുസ്ലിമായ വലിയ ബിസിനസ്സുകാരൻ്റെ വീട്ടിലെ മൗലിദായിരുന്നു. അന്ന് ആ വീട്ടിൽ മൗലിദിന് ചെന്നപ്പോൾ അവിടെ കൂടിയ 100 കണക്കിന് പൗരപ്രമുഖന്മാരായ ആളുകളെ പരിചയപ്പെടുകയുണ്ടായി. ആ പരിചയപ്പെട്ട കൂട്ടത്തിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്നും, ഏഷ്യയിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും. അന്ന് തന്നെ ഉസ്താദ് പ്രകടിപ്പിച്ചൊരഭിപ്രായം എനിക്ക് ഓർമ്മ വരികയാണ്. നല്ല പൈസയും സൗകര്യവും ഉണ്ടായിരുന്നെങ്കിൽ മൗലിദ് ഇങ്ങനെ നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഉസ്താദ് ആ നിലക്ക് ആണോ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് എന്ന് ഓരോ പരിപാടിയും കാണുമ്പോൾ തോന്നിപ്പോകുന്നു. ആ അമേരിക്കയിലെ മൗലിദിനെ സംബന്ധിച്ച് ഉസ്താദിന് ഇപ്പോൾ ഓർമ്മയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വളരെ സന്തോഷമാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിദേശയാത്രയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ഒരു യാത്ര ഉണ്ടായത് ഇവിടെ പറയുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതായത്
മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന ഈ മഹത്തായ സ്ഥാപന സമുച്ചയം സ്ഥാപിക്കുന്നതിന് വേണ്ടി വിദേശത്ത് പോകാൻ തീരുമാനമെടുത്ത ശേഷം അതിന് പോകാനുള്ള യാത്രാ രേഖകൾ ശരിപ്പെടുത്താൻ ആരുണ്ട്, വിസ വാങ്ങിത്തരാൻ ആരുണ്ട് എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹദൽ അവേലത്ത് തങ്ങളും ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങൾ കോഴിക്കോട് മഹാനവറുകളും രണ്ടുപേരും ഞാനും കൂടി ഒരു യാത്ര നടത്താൻ നമ്മുടെ സംഘടനകളെല്ലാം തീരുമാനിച്ചു. അങ്ങനെ അതിന് യാത്രാ സൗകര്യത്തിൻ്റെ വിസ കിട്ടാൻ എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ ചാലക്കര മൂസഹാജി എന്ന ഒരാൾ മാഹിക്കാരൻ ഉണ്ട്. അയാൾ ദുബൈയിൽ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തോട് പറഞ്ഞാൽ നമുക്ക് വിസ കിട്ടുമെന്ന് അഭിപ്രായപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം വളരെ വിനയത്തോടുകൂടി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ എന്നേക്കാൾ എളുപ്പമുള്ളത് ഈ മാഹിയിൽ തന്നെ മറ്റൊരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു തന്നിരുന്നോ ഞാനിപ്പോൾ ഇവിടെ വെളിവാക്കുന്നില്ല. അദ്ദേഹം ഗവൺമെൻറ്റുമായി വളരെ ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. ഉടനെ ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ ബഹുമാനപരസ്പരം ഞങ്ങളെ സ്വീകരിക്കുകയും ആ കാര്യം ഞാൻ ശരിപ്പെടുത്തി തരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം വടകര ചെറുവണ്ണൂർ മുഹമ്മദാജി തങ്ങളുടെ അടുക്കൽ ഞാൻ പോയപ്പോൾ ഈ വ്യക്തി അവിടെ ഉണ്ട്. അവിടുന്ന് അദ്ദേഹത്തോടും പറഞ്ഞു, ഞാനിങ്ങനെ ഇവരോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അത് പൂർത്തിയാകണം എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഹജ്ജിന് പുറപ്പെട്ട് ആ വഴിക്ക് ദുബൈ കൂടെ മടങ്ങാനാണ് തീരുമാനമുണ്ടായിരുന്നത്. അങ്ങനെ ഹജ്ജിന് പോകാനുള്ള ദിവസം അടുത്തിട്ടും ഇദ്ദേഹത്തിൻ്റെ വഴിക്ക് വിസ കിട്ടാതെ വിഷമിച്ച് അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോയിക്കോളൂ, എൻ്റെ ഭാര്യ ഹജ്ജിന് വരുന്നുണ്ട്, അവരെ കയ്യിൽ ഞാൻ ഈ കടലാസ് കൊടുത്തേക്കും. അങ്ങനെ ഞങ്ങൾ അത് വിശ്വസിച്ച് മക്കത്തേക്ക് പോയി ഹജ്ജ് ചെയ്തു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ശേഷം ഈ ഭാര്യയെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒന്നുമില്ലാന്ന് കേട്ട് ഉടനെ വീണ്ടും ഞങ്ങൾ നേരത്തെ ഞങ്ങളോട് കാണിച്ചിരുന്ന മൂസാജിയെ പോയി കണ്ട് അദ്ദേഹം പറഞ്ഞു, എന്നെക്കൊണ്ട് അത് കഴിയുന്ന കാര്യമല്ല, ഒരു 3 ദിവസത്തേക്ക് ഇൻഷാ അല്ലാഹ് UAE ഇറങ്ങാനുള്ള അനുവാദം ഞാൻ വാങ്ങിത്തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി 3 ദിവസത്തേക്ക് എന്ന് പറഞ്ഞെങ്കിലും 7 ദിവസത്തേക്ക് താമസിക്കാനുള്ള ഒരു ട്രാൻസിറ്റ് വിസ ഞങ്ങൾക്ക് ലഭിച്ചു. അന്ന് എയർപോർട്ടിൽ ഇറങ്ങിയാൽ പാസ്പോർട്ട് അവിടെ വാങ്ങിവെക്കുകയും അതിന് ഒരു രേഖ നമ്മുടെ കയ്യിൽ നൽകുകയുമായിരുന്നു പതിവ്. അന്ന് വിസിറ്റിംഗ് വിസയൊന്നും എടുക്കാറില്ല. എയർപോർട്ടിൽ പാസ്പോർട്ട് കൊടുത്താൽ എഴുതി തരുന്ന ഈ കടലാസ് മാത്രമാണ് നമ്മുടെ കയ്യിലുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി പോയി. അന്ന് കോഴിക്കോട്ടുകാരനായ സുബൈർ ഹാജിയുടെ വീട്ടിലാണ് താമസം ഏർപ്പാട് ചെയ്തത്. അത് പെട്ടിയും സാധനങ്ങളെല്ലാം അവിടെ വെച്ച ഉടനെ ഇദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം റൂറൽ ഓഫീസിൽ വലിയ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് കലക്ടർ എന്ന ഒരു സ്ഥാനം അദ്ദേഹത്തിന് ഉണ്ട്.
ഭരണാധികാരിയുമായി എല്ലാ ദിവസവും ഇരിക്കുകയും ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ തങ്ങളെ അങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി ഒക്കെ വ്യസനം പറഞ്ഞ് അത് ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ കടലാസ് കിടക്കി എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് കിട്ടിയ കടലാസ് അങ്ങോട്ട് വാങ്ങി ഓരോ ദിവസവും രാവിലെ 10 മണിക്ക് റൂറൽ ഓഫീസിൽ ഞങ്ങൾ പോകും. ഒരു 11-11:30 മണി വരെ ഇരിക്കും. പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ എന്ന് എല്ലാ ദിവസവും പറഞ്ഞ് അത് കേട്ട് ഞങ്ങൾ കൊണ്ട് പോകും. ഞങ്ങളതിന് കഴിവുള്ള ആളാണല്ലോ, അപ്പോൾ ഈ വാക്ക് സത്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അടുത്ത വ്യാഴാഴ്ച ചെന്നപ്പോഴാണ് പറയുന്നത് യാതൊരു നിർവാഹവുമില്ല, ഇവിടെ വിസ കൊടുക്കലൊക്കെ നിർത്തിയിരിക്കുന്നു. ഷെയ്ഖ് റാഷിദ് ഉദ്ദേശിച്ചാൽ പോലും നടക്കാത്ത വിധത്തിൽ ഷെയ്ഖ് സായിദിൻ്റെ ഓർഡറാണ്, കിട്ടാൻ പ്രയാസമാണ്, നിങ്ങളിപ്പോൾ പോയിക്കോളി, ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ശരിയായ നിലയ്ക്ക് ഒന്ന് എടുത്ത് കൊടുത്തേക്കും എന്നെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് വളരെ വിഷമത്തോടു കൂടി ഇറങ്ങുമ്പോൾ ആ വേലത്ത് തങ്ങൾ മുഖമെല്ലാം കൂടി ചുവന്നിട്ട് ഒരൊറ്റ പറത്തിൽ ഇനിമേലിൽ ഈ കസാൽമേൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പണി ചെയ്യാൻ പാടില്ല എന്നാണ് എടുക്ക് കടലാസെന്നും പറഞ്ഞ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആ കടലാസം വാങ്ങി ഇറങ്ങി ഞങ്ങൾ. നേരത്തെ പറഞ്ഞ പഴയ മുസാജിയോട് തന്നെ മുണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ നോക്കാമെന്നാണ് അയാൾ ഈ കടലാസ് വാങ്ങി ഒരു ഉദ്യോഗസ്ഥനെ കണ്ട് അദ്ദേഹം ഒരു 15 ദിവസത്തേക്ക് ഞങ്ങൾക്ക് വിസിറ്റിംഗ് വിസ ഉണ്ടാക്കി തന്നു. ആ 15 ദിവസത്തിൻ്റെ ഇടയിലാണ് അബുദാബിയിലേക്ക് ഒരു സ്വീകരണ യോഗത്തിന് പോകുന്നത്. അന്ന് അബുദാബിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു സംഘടന ബ്രാഞ്ച് എന്ന നിലയ്ക്ക് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് മുട്ടം മഹമ്മൂദ് മൗലവിയും ജനറൽ സെക്രട്ടറി കാഞ്ഞങ്ങാട്ടുകാരൻ അഷ്റഫ് മൗലവിയും ആയിരുന്നു. ഈ അഷ്റഫ് മൗലവി വന്ന് ഞങ്ങളെ കൂട്ടി കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഒരു സ്വീകരണ യോഗത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴാണ് ജപ്പാൻ മൗലാന എന്ന ആൾ വന്നിട്ട് എന്നെ ഒരാൾ അബ്ദുള്ള കുലൈം അൽ ഹാമിലി എന്ന ആൾ 100 കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, 100 യത്തീം കുട്ടികൾക്ക്. അത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന്, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളത് തന്നെയല്ലേ ലക്ഷ്യം വെച്ച് വന്നത്, അതുകൊണ്ട് നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു. ജപ്പാൻ മൗലാന എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ജപ്പാൻകാരനാന്ന് തോന്നിപ്പോവും, അല്ല മലയാളിയാണ് എന്നുള്ളത്. ആള് മലയാളിയാണ്, പക്ഷേ അവർ പഴയ കാലത്ത് ജപ്പാൻ മൗലാന, കഞ്ഞി മൗലാന, ബോംബെ മൗലാന, ഇങ്ങനെ ഓരോ മൗലാനന്മാർ കുറേ ആളുണ്ടായിരുന്നു. ഇയാളെപ്പോഴും ജപ്പാനിന് വേണ്ടി ബാധിക്കുന്ന ആളായതുകൊണ്ട് അയാൾക്ക് ജപ്പാൻ മൗലാന എന്ന പേര് അതിന് മുമ്പ് കിട്ടിയതാണ്. ഇന്ത്യയും ജപ്പാനുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഏതായാലും അയാൾ ഈ അബ്ദുള്ള കുലൈം അബ്ദുൽ ഹാമിലിയുടെ ഒരു ചായപ്പീടിയിൽ കച്ചവടം നടത്തുന്ന ആളാണ്. അത് അന്നേരക്കാണ് അയാൾ ഒരു ബന്ധം. അയാൾ മൗലാനയുമാണല്ലോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ പോയി അദ്ദേഹത്തെ കണ്ട് അയാൾ അന്നത്തെ 50,000 ഇന്ത്യൻ രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് എടുത്ത് തന്ന് 100 കുട്ടികൾക്ക് പഠിക്കാനുള്ള യതീംഖാന ഉണ്ടാക്കണമെന്ന് പറയുകയും നമ്മൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അവയത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ ലഹദർ തങ്ങളുടെ ഈ വാക്ക് വളരെ ഗൗരവപ്പെട്ട വാക്കായിരുന്നു. ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഈ പറയപ്പെട്ട വ്യക്തിയെ അവിടെ നിന്നും ഈ വിസ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒഴിഞ്ഞു മാറിയാണ്. ഒഴിഞ്ഞു മാറിയല്ല, അയാൾ യഥാർത്ഥത്തിൽ വൈകുന്നേരം ബോധമുണ്ടാവില്ല, അങ്ങനത്തെ ഒരാളാണ്. ആ കാരണം കൊണ്ടാണ് അത് ശരിയാണ്ടായിപ്പോയത്. അയാളെ ഒരാഴ്ച കൊണ്ട് ആ ബോധമില്ലാത്ത സമയത്ത് എന്തോ ചെയ്ത കാരണത്താൽ ദുബൈയിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുകയും ചെയ്തു.
ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് അയാൾ ഇവിടെ എത്തിക്കണം. ഏതായാലും അൽഹംദുലില്ലാ ആ യാത്രയിൽ വലിയ ഗുണങ്ങളെല്ലാം ലഭിച്ചു. ആ യാത്രയിലാണ് നമ്മുടെ മർക്കസിൻ്റെ തുടക്കം. പിന്നീട് അബ്ദുൽ ഖാദിർ ലഹദൽ തങ്ങളുടെ നേതൃത്വത്തിൽ അബ്ദുള്ള അൽ ഹാമിലി എന്ന ആൾ ഇവിടെ വന്ന് അദ്ദേഹം വേണ്ടതൊക്കെ ചെയ്തു. പക്ഷേ മർക്കത്തിന് തറക്കല്ലിടുന്നതിലും ഒരു വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മർക്കത്ത് സഖാഫത്ത് സുനിയക്ക് തറക്കല്ലിടാൻ സെയ്ദ് മുഹമ്മദ് മാലിക്കി തങ്ങളെ ഞങ്ങൾ മക്കത്ത് നിന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മദീനയിൽ നിന്ന് ഓർഡർ കിട്ടിയാൽ വരും എന്നാണ് മൂപ്പരന്ന് പറഞ്ഞത്. അങ്ങനെ ബോംബെയിൽ നിന്ന് ഒരു ടെലിഫോൺ വരുന്നു, മാലിക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് കിട്ടാനില്ല. അന്ന് ബാംഗ്ലൂരാണ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം. കോഴിക്കോട്ടും എയർപോർട്ടുള്ളത് ബാംഗ്ലൂരാണ്. എയർപോർട്ടില്ല. അങ്ങനെ ടിക്കറ്റില്ല, അതുകൊണ്ട് മാലിക്ക് മടങ്ങി പോവാണ് എന്ന് പറഞ്ഞു. ഈ വിവരം പറഞ്ഞപ്പോൾ ആ വേലത്ത് തങ്ങളോട് പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദിർ ലഹദൽ തങ്ങളോട് പറഞ്ഞപ്പോൾ അത് സാരല്ല, നമ്മൾ പോവുക, ബോംബെയിലേക്ക് പോവുക, എന്നിട്ട് നമുക്ക് നോക്കാതെ. ഞാൻ പറഞ്ഞ 3 ആൾക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ 2 ആൾ കൂടി പോയാൽ 5 ആളാവും. 5 ആൾക്ക് ടിക്കറ്റ് കിട്ടാൻ പ്രയാസമാവില്ലേ എന്ന് പറഞ്ഞു. ഇല്ല, നമ്മൾക്ക് പോകാം എന്ന് പറഞ്ഞ് അന്ന് മർക്കസിൻ്റെ 406 നമ്പറുള്ള അംബാസഡർ കാറിൽ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോയി. ബീരാൻകുട്ടി ഹാജി എന്നായിരുന്ന ഡ്രൈവറായിരുന്നു. പോയി. അന്ന് കാറിൽ AC ഒന്നും ഇല്ലാത്ത കാലമാണ്. ഞാൻ ബാംഗ്ലൂർ പോയി ടിക്കറ്റ് അവിടെ നിന്ന് എടുത്ത് ബോംബെ ചെന്ന് ഉടനെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഓഫീസിൽ ചെന്ന് ഞങ്ങൾ 5 ടിക്കറ്റ് ബുക്ക് ചെയ്ത് വല്ല ഒഴിവും കിട്ടിയാൽ നിങ്ങൾക്ക് തരുമെന്ന് അവർ പറഞ്ഞു. ബുക്ക് ചെയ്ത് മാലിക്കയെ പോയി കണ്ട് ഇൻഷാ അല്ലാഹ് ടിക്കറ്റ് കിട്ടും, നമുക്ക് പോകണമെന്ന് അതൊക്കെ ഒരുക്കി. ഒരല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ വീണ്ടും ഓഫീസിലെത്തിയപ്പോൾ വിളിക്കുന്നുണ്ട്, ടിക്കറ്റ് 5 ടിക്കറ്റൊക്കെ തരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ച് ആ 5 ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. ബാംഗ്ലൂരിൽ വന്ന് നേരത്തെയുള്ള ആ കാറ് തന്നെ, അംബാസഡർ കാറ്, AC ഇല്ലാത്ത കാറ്, ആ കാറിൽ വളരെ തടിയും വണ്ണവും ഒക്കെയുള്ള സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങളും ഞാനും അവേലത്ത് തങ്ങളും പിന്നെ മാലിക്കിൻ്റെ കൂടെയുള്ള 2 ആളും ഞങ്ങളെല്ലാവരും ആ കാറിൽ കോഴിക്കോട്ട് എത്തിയപ്പോഴേക്ക് മാലിക്കി അവരുടെ സ്ഥിതി വളരെ വിഷമത്തിലാണ്. വിയർത്തിട്ടു, ചൂട് സഹിച്ചിട്ടും അവർക്ക് പരിചയമില്ലാത്ത ആളാണല്ലോ. ഏതായാലും അൽഹംദുലില്ലാ ഇവിടെ എത്തി. അന്നാണെങ്കിൽ കോഴിക്കോട്ട് നല്ല ഒരു ഹോട്ടലും ഇല്ല. ഹോട്ടൽ CQ എന്ന് പറഞ്ഞ ഹോട്ടലിൽ താമസിച്ചു. അത് അവിടെ നോക്കുമ്പോൾ ചൂടിപ്പടമാണ് താഴെട്ടിട്ടുള്ളത്. കാർപ്പറ്റിന് പകരം ചൂടിപ്പടം. ആ ചൂടിപ്പടത്തിൽ എന്തൊക്കെയോ വെള്ളം ഒഴിഞ്ഞിട്ട് അതിൻ്റെ ദുർഗന്ധം ഇങ്ങനെ വരുന്നുണ്ട്. ഏതായാലും അവിടെ പോയി കിടന്ന് മൂപ്പർക്ക് റൂമെല്ലാം ആക്കി കൊടുത്ത് ഞങ്ങൾ മൂപ്പർ കൊണ്ട് തറക്കല്ലടിച്ച്. അന്നാണെങ്കിൽ 15,000 ഉറുപ്പിക ഈ സ്ഥലത്തിന് കൊടുക്കണം. സ്ഥലം തന്നെ നമ്മൾ കുറേ ചുറ്റിക്കറങ്ങി കേരളത്തിൽ എവിടെയും പോകാൻ സ്ഥലം ബാക്കിയില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ കറങ്ങിയപ്പോൾ അവരുടെ തങ്ങൾ പറഞ്ഞു, നമ്മളങ്ങനെ കറങ്ങുന്നത് ശരിയല്ല, ഇവിടെ സ്ഥലം കിട്ടിയാൽ നിങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് പോകുമ്പോഴോ മറ്റോ ഒന്ന് അന്വേഷിക്കാൻ സൗകര്യമുള്ളൊരു സ്ഥലം കിട്ടണം, അല്ലാത്ത സ്ഥലം എവിടെയെങ്കിലും നോക്കിയിട്ട് കാര്യമില്ല എന്ന് തങ്ങൾ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ അന്വേഷണത്തിൽ മടവൂർ CM വലിയുള്ളാഹിയുടെ അടുക്കൽ കോഴിക്കോട്ട് ചെന്ന് അവരോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വേഗം പോയിക്കോ, ഇപ്പം തന്നെ സ്ഥലം കിട്ടും എന്ന് അവിടുന്ന് പറഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് നമ്മളെ ഈ
തേക്കിൻ്റെ ചോട്ടിലെന്നാണ് അന്ന് പ്രസിദ്ധം. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്ഥലം വിൽപ്പനക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷാർത്തും എഴുതി വെച്ചിട്ടുണ്ട്. അത് വന്ന് നോക്കുമ്പോൾ ഈ സ്ഥലമാണ്. ഈ സ്ഥലത്ത് നമ്മളെ മർക്കത്തിൻ്റെ സ്ഥലത്ത് താഴെ ഭാഗത്ത് തെങ്ങുള്ളതും മേലെ ഭാഗത്ത് തെങ്ങില്ലാത്ത കാലിസ്ഥലവുമാണ്. കാലിസ്ഥലത്ത് ഒരു സെൻറ്റിന് 300 രൂപയും തെങ്ങുള്ളതിന് 350 രൂപയുമായി കച്ചവടം ഉറപ്പിച്ചു. അതിലേക്ക് 15,000 രൂപ നമ്മൾ കൊടുക്കാൻ നമ്മൾ ബാക്കിയുണ്ടായിരുന്നു. അത് ബാക്കി കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയപ്പോൾ ഈ KP ചന്ദ്രൻ എന്നാണ് തോന്നുന്നത്, അദ്ദേഹം പറഞ്ഞു കാശ് ഇപ്പോൾ വേണ്ട, ഞാനും വരാം തറക്കല്ലിടാൻ, നിനക്ക് തറക്കല്ലിടാമെന്ന് പറഞ്ഞ് അയാൾ ഇവിടെ വന്ന് ഞങ്ങളും എല്ലാവരും തറക്കല്ലിട്ടു. മാലിക്കി തങ്ങളും അതുപോലെ ശംസുല്ലമ EK അബൂബക്കർ മുസ്ലിയാറുകളും അതേപ്രകാരം മറ്റ് കോട്ടുമല ഉസ്താദ്, KV മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരെല്ലാം ഉണ്ടായിരുന്നു അന്ന് ആ കാലത്ത്. അങ്ങനെ തറക്കല്ലിട്ട് ആരംഭിച്ചതാണ് മർക്കസ്. അങ്ങനെ ചുരുക്കത്തിൽ മർക്കത്തിൻ്റെ ആ തുടക്കത്തിൽ തന്നെ വലിയ ഒരു കറാമത്താണ് അന്ന് മാലിക്ക് വന്നതും. 3 ടിക്കറ്റ് കിട്ടാത്ത തിരിച്ചു പോകുന്ന സ്ഥലത്ത് 5 ടിക്കറ്റ് കിട്ടിയതൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഒരു കറാമത്ത് തന്നെയായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് നമുക്കിത് തറക്കല്ലിടാനും തുടങ്ങാനും സാധിച്ചു. അതിങ്ങനെ വളർന്നു. നിങ്ങൾ ചോദിച്ച വിദേശയാത്രയിൽ ഇതൊരു മുഖ്യമായ യാത്രയാണ്. ഇത് യാത്രയാവാൻ കാരണം മർക്കസ് സ്ഥാപിച്ച ഉടനെ തന്നെ നമുക്ക് കോഴിക്കോട്ട് എന്തെങ്കിലും ഒരു സ്ഥലം വേണം, സ്വത്ത് വേണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ട് 1-2 ചെറിയ സ്ഥലങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു നല്ല കെട്ടിടം നമുക്ക് ഉണ്ടാക്കണം, അതിന് കാലി സ്ഥലം കിട്ടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കോഴിക്കോട്ട് പോയി. അങ്ങനെ മജീദ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറുണ്ട്, അയാളുമായിട്ട് കണ്ടപ്പോൾ അധികാരിയുണ്ട്, കൊടുവള്ളി കുഞ്ഞമ്പത് അധികാരി, കുഞ്ഞമ്പത് ഹാജി, അവരും ഞാനും തങ്ങളും അപ്പോൾ മജീദ് പറഞ്ഞു, ഈ 10-11 സെൻറ്റ് സ്ഥലം കിട്ടിയിട്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല, നിങ്ങൾക്ക് ഞാൻ വലിയൊരു സ്ഥലം തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കോംപ്ലക്സ് നിൽക്കുന്ന ആ 1 ഏക്കർ 7 സെൻറ്റ് സ്ഥലം നമുക്ക് കാണിച്ചു തന്നു. അന്ന് അവിടെ എരുമയും പോത്തും കിടക്കുന്ന വലിയ ചളിയുള്ള കുണ്ട് ആയിരുന്നു. ആ കച്ചവടം ചെയ്ത് എഗ്രിമെൻ്റ് അയച്ചത് 25 ലക്ഷം ഉറുപ്പിക ഒന്നാമത്തെ ഗഡുവായി, പിന്നീട് 25 ലക്ഷം ഉറുപ്പിക രണ്ടാമത്തെ ഗഡുവായി കൊടുക്കാമെന്ന് 3 മാസത്തെ അവധിക്ക് നിശ്ചയിച്ചു. ഒന്നാമത്തെ ഗഡു കൊടുക്കാൻ ആയപ്പോൾ ഞാൻ ഇവിടുന്ന് അബുദാബിയിൽ പോയി. അബുദാബി പോയപ്പോൾ യാതൊരു വഴിയും കാണാനില്ല. അങ്ങേ ഒരു സ്ഥലത്ത് ഇഷാഹിന് പള്ളിയിൽ കയറി, അവിടെ കുറേ അറബികളുണ്ടായിരുന്നു. ഞാനും ഒരു 10 മിനിറ്റ് അറബി ഭാഷയിൽ സംസാരിച്ചു. സംസാരം കഴിഞ്ഞപ്പോൾ പിരിവെടുക്കാൻ നമ്മളെ കയ്യിൽ കടലാസ് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് പാടില്ല. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളവിടെ ഇരുന്നപ്പോൾ പള്ളിയിൽ ഒരാളുണ്ട്, അദ്ദേഹം സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വിത്തർ 11 റക്അത്തൊന്ന് കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിവരങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ബുധനാഴ്ച വരണം, ഒറ്റക്ക് വന്നാൽ മതി, വേറെ ആരെയും കൂട്ടണ്ട എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേര്, ഞാനും ഈ ജപ്പാൻ മൗലാനയും ഈ തിരുവള്ളൂർക്കാരൻ മഹമ്മൂദ് മൗലവിയും, അദ്ദേഹം അന്ന് അബുദാബി മർക്കസിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ 3 പേരും പോയി ഇവരെ 2 പള്ളിയിൽ ഇരുത്തി ഞാൻ ഒറ്റക്ക് ഈ അറബിയുടെ വീട്ടിലേക്ക് കടന്നു. കടന്ന ഉടനെ അദ്ദേഹം ഉള്ളുന്ന വാതിൽ പൂട്ടി. പിന്നെയും ചോദ്യങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. അപ്പം ഞാൻ ചെറിയൊരു പേടിയും എനിക്കുണ്ട്. നമ്മളെ കയ്യിൽ
പിരിവിൻ്റെ രേഖയൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനെ എന്നെ ഹബ്സ് ചെയ്യാനാണോ അതല്ല വല്ലതും തരാനാണോക്കെ പേടിയുണ്ടെങ്കിലും അയാളെ ചോദ്യവും സ്വഭാവവും കണ്ടപ്പോൾ ഹൈറാന്ന് തന്നെ തോന്നി. അങ്ങനെ കുറേ സമയം ഇതെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം അകത്ത് പോയിട്ട് നല്ല മിന്നുന്ന ഒരു ചുവപ്പ് വർണ്ണമുള്ള ലെതറിൻ്റെ ബ്രീഫ് കേസ് എടുത്തു കൊണ്ടുവന്ന് അത് തുറന്നു നോക്കുമ്പോൾ 2 ലക്ഷം അമേരിക്കൻ ഡോളർ അതിലുണ്ട്. ഇത് ഞാൻ തന്നത് എൻ്റെ പേര് ഒരാളോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ തരുന്നത്. ഞാൻ പറഞ്ഞത് പറ്റൂല, ഞാൻ വിദേശിയാണ്, ഇവിടുത്തെ ബാങ്കിൽ പോകണം, ഈ സംഖ്യ മാറ്റണം, അതിന് എഴുത്തുകാരൻ ഒരാളോട് പറയാതെ പറ്റില്ല എന്നാണ്. എന്നാൽ പിന്നെ ഒരാളോട് പറയാം, ഒരു അനുവാദം തരാമെന്നാണ്. അങ്ങനെ ഞാനും ജപ്പാൻ മൗലാലിയും അഹമ്മദ് മൗലവിയും അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെ ഇരുന്ന് ഞങ്ങളെ റൂമിൽ കൊണ്ടുവന്ന് ഇറക്കി തന്നു. അപ്പോൾ അതിന് ആ സംഭവത്തിൻ്റെ 2 ദിവസം മുമ്പ് ഞങ്ങൾ അല്ലയിൽ പോയപ്പോൾ ഉച്ചക്ക് ഒരാളെ കാണാൻ കാത്തിരുന്ന് അദ്ദേഹം വന്നില്ല. അവസാനം ടാക്സിക്ക് കൈ കാണിച്ചിട്ട് ടാക്സി കിട്ടാനില്ല. ശക്തമായ ചൂട് ഞങ്ങൾ ബോധം കെട്ട് വീണുപോയി, ഞാനും അലി മുസ്ലിയാരും. അങ്ങനെ പിന്നെയും കൈ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അവിടുത്തെ ഐജിൻ്റെ കാറാണ് വരുന്നത്. അയാൾ നമ്മളതിൽ കയറ്റി ഞങ്ങൾ റൂമിൽ കൊണ്ടുപോയി ഇറക്കി തന്നു. അങ്ങനെ അതിന് കാരണം അങ്ങനെ അന്ന് പോയിട്ട് അബൂദാബി പോയിട്ട് 4444 പ്രാവശ്യം ഞങ്ങൾ കുറച്ചാളെ വിളിച്ചിട്ട് തെല്ലി. അതിൻ്റെ പിറ്റേന്നാണ് ഈ കാണുന്നത്. യഥാർത്ഥത്തിൽ 2 ലക്ഷം ഡോളർ കയ്യിൽ തരുമ്പോൾ എന്നെ ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ല, ടെലിഫോൺ ചെയ്തിട്ടില്ല, ഒന്നും രേഖയും നമ്മളെ കയ്യിലില്ല. പക്ഷേ നമ്മൾ സംസാരിച്ചപ്പോൾ അത് സത്യമാണെന്ന് അല്ലാഹു തആല അദ്ദേഹത്തിന് തോന്നിപ്പിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം നമുക്കങ്ങനെ സഹായിച്ചത്. അടുത്ത് പിന്നെ 3 മാസത്തിന് ശേഷം 2ാമത്തെ ഗഡു കൊടുക്കാനും അദ്ദേഹം തന്നെയാണ് നമുക്ക് സഹായിച്ചിട്ടുള്ളത്. നമ്മൾ ഈ കിട്ടുന്ന കാശുകളൊക്കെ ബാങ്ക് ത്രൂ ആണ് ഇവിടെ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ബാങ്കിൽ പോകാനും ഒക്കെ ആളുകൾ വേണമല്ലോ. അന്നൊക്കെ ഈ ജപ്പാൻ മൗലാനയും മഹമ്മൂദ് മൗലവിയും നമ്മളെ സഹായിക്കും. അങ്ങനെയാണ് നമ്മളെ കോംപ്ലക്സിൻ്റെ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. ഇതിലെല്ലാം സയ്യിദന്മാരുടെ കറാമത്തുകളും മഹത്വങ്ങളും ഉണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് വേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങളുടെ ആ ഒരു മഹത്വം ഒറ്റ വാക്കുകൊണ്ട് പേടിച്ച് ഞങ്ങളൊക്കെ പേടിച്ച് വയ്ക്കുന്നു. എവിടുന്നാ പറയുന്നത്? ഷെയ്ഖ് റാഷിദിൻ്റെ സ്വന്തം സെക്രട്ടറിയായ പോലെയുള്ള ഒരാളെ ഓഫീസിൽ നിന്നാണ് പറയുന്നത്. ഇനി മേലിൽ ഇപ്പോഴും എടുക്കാൻ പറ്റൂല. അത്ര ഗൗരവത്തിൽ അപ്പോൾ ഞങ്ങളൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സംഗതി അങ്ങനെ തന്നെയാണ് വന്നത്. അതായത് അന്ന് മുതൽ ആണ് നമുക്ക് വിദേശയാത്ര വേണം എന്ന് തോന്നിയത്. അന്നൊക്കെ ഇവിടെ മുസ്ലിംസ് കുറവാണ് എന്നും ഇല്ല എന്നുമൊക്കെ ധരിക്കുന്ന കാലഘട്ടമാണ് അറബികൾ. അങ്ങനെയാണ് നമ്മളെ യാത്ര ഉണ്ടായത്. പിന്നെ അമേരിക്കൻ യാത്ര അൽഹംദുലില്ലാ നമ്മളാദ്യമായി പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യവും കൂടി ചോദിക്കാൻ. വിശ്വാസപൂർവം എന്ന ആത്മകഥയിൽ ഉസ്താദ് പറയുന്നുണ്ട്, ആദ്യമായിട്ട് കേരളത്തിൻ്റെ വെളിയിലേക്ക് പോയത് വെല്ലൂരിലേക്കുള്ള യാത്രയാണ്. അമേരിക്കയിൽ പോകണം എന്ന് CM വലിയുല്ലാഹി ഉസ്താദിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അമേരിക്കയിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം അവിടുത്തെ പ്രവർത്തകരിൽ നിന്നുണ്ടായപ്പോൾ പോകാൻ തയ്യാറായത്. അതെ, ആദ്യത്തെ പോക്ക് കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ പോക്കിനെ പറ്റിയാണ് ചോദിച്ചത്. ഉസ്താദ് ആദ്യത്തെ യാത്രയും കൂടി വിശദീകരിച്ചാൽ വളരെ ഫലപ്രദമാകും. ആദ്യത്തെ യാത്രക്ക് ഞാനും ഇസ്മായിൽ വഫയും കൂടിയാണ് പാസ്പോർട്ട് കൊടുത്തിട്ട് വിസക്ക്
അപേക്ഷിച്ചത് മദ്രാസിൽ പോയിട്ട്. പക്ഷേ വഫാത്ത് സാഹിബ് ചെറുപ്പക്കാരനായതുകൊണ്ട് അയാൾക്ക് വിസ കിട്ടിയില്ല. കാരണം അയാൾ വിവാഹം കഴിച്ച് അവിടെ താമസിച്ച് കളയുമെന്നുള്ള പേടിയാണ്. എനിക്ക് പ്രായമുള്ളത് കൊണ്ട് വിസ കിട്ടുകയും ചെയ്തു. അങ്ങനെ പിന്നെ രണ്ടാമത് ഞാൻ ഒറ്റക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഹർജിയെല്ലാം കൊടുത്ത് പാസ്സാക്കിയിട്ടാണ് അദ്ദേഹത്തിനോ നിങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ യാത്രയിലായിരുന്നു ഉസ്താദിന്റെ കൂടെ ഞാനുണ്ടായി. ആദ്യത്തെ യാത്രയിൽ അദ്ദേഹത്തിന് വീണ്ടും വിസ കിട്ടി. ഇങ്ങനെയാണ് പോയത്. ഒരാൾ സഹായമില്ലാതെ എനിക്ക് പോകാനൊന്നും കഴിയില്ലല്ലോ. ഏതായാലും രണ്ടാമത്തെ യാത്രയിൽ പിന്നെ നിങ്ങളും ഞാനും കൂടിയാണ് പോയിട്ടുള്ളത്. രണ്ടാമത്തെ യാത്രയിലും ഉസ്താദിൻ്റെ കൂടെ പോകാൻ വേണ്ടി വിസ എടുക്കാനും മദ്രാസിലെ അമേരിക്കൻ കോൺസുലേറ്റിൻ്റെ മുന്നിൽ 24 മണിക്കൂർ ക്യൂ നിന്നു. അവസാനം അവർ റിജക്റ്റ് ചെയ്തു. ദേവേഗൗഡാജി പ്രധാനമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്ത ഉടനെ CM ഇബ്രാഹിം സാഹിബ് അദ്ദേഹത്തിൻ്റെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ കൂടിയായിരുന്നു. ഈ മദ്രാസിൽ നിന്ന് ആ വിസ റിജക്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇബ്രാഹിം സാഹിബിനെ വിളിച്ചു. ഉസ്താദുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ബലത്തിൽ ഇബ്രാഹിം സാഹിബ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നാണ്. അവിടെ ചെന്നപ്പോൾ CM ഇബ്രാഹിം സാഹിബിൻ്റെ ഓഫീസിൽ അന്ന് അമേരിക്കൻ്റെ അംബാസിഡർ മറ്റെന്തോ ആവശ്യത്തിന് വന്നപ്പോൾ ഇബ്രാഹിം സാഹിബ് നേരിട്ട് പറഞ്ഞു, കേരളത്തിൽ ഷെയ്ഖ് അബൂബക്കർ എന്ന് വലിയൊരു പണ്ഡിതനുണ്ട്, അദ്ദേഹം അമേരിക്കയിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റൂല, കൂടെ ഒരു സെക്രട്ടറി വേണം, ഇത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ്, ഉസ്താദിൻ്റെ കൂടെ തന്നെ തിരിച്ചു പോരും, അവിടെ തങ്ങൂല, അതുകൊണ്ട് വിസ അനുവദിക്കണം. അങ്ങനെ ഇബ്രാഹിം സാഹിബ് അന്ന് പറഞ്ഞു. പിന്നീട് എംബസിയിൽ ചെന്ന് ഡൽഹിയിൽ അവരിതുപോലെ നിങ്ങൾക്ക് മാത്രം വിസ തരാം, നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളൂ. ഞാൻ പറഞ്ഞു, ഉസ്താദിൻ്റെ കൂടെ പോകണമെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ. ഞാൻ അമേരിക്കയിൽ താമസിക്കാനോ അമേരിക്കയിൽ ജോലി ചെയ്യാനോ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഉസ്താദിൻ്റെ കൂടെ പോകാൻ പറ്റുമെങ്കിൽ പോകാം, അല്ലെങ്കിൽ വിസ വേണ്ട. അങ്ങനെ അവർ ഉസ്താദിൻ്റെ കൂടെ പോകാൻ വേണ്ടി വിസ തന്നു. ഉസ്താദിന് അന്ന് 10 കൊല്ലത്തെ വിസ തന്നപ്പോൾ എനിക്ക് 6 മാസത്തെ വിസയും തന്നു. അങ്ങനെയാണ് രണ്ടാം വട്ടം ഉസ്താദ് അമേരിക്കയിലെത്തി. 10 കൊല്ലത്തെ വിസ കിട്ടി രണ്ടാം വട്ടം നമുക്ക്. ആ 10 കൊല്ലത്തേക്കുള്ള എത്തുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്ക് 10 കൊല്ലത്തേക്ക് കൊടുക്കണ്ടേ, അത് കൊടുത്തിട്ടില്ല. അത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് 6 മാസത്തെ മാത്രം കൊടുത്തു. നമ്മൾ ആ ചെന്ന യാത്രയെല്ലാം വളരെ വമ്പിച്ച വിജയമായി. അൽഹംദുലില്ലാ ഞങ്ങൾ അന്ന് മുതൽ ഈ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ അമേരിക്കയിൽ പറഞ്ഞ മൗലിദിൻ്റെ കാര്യം പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ആ മൗലിദ് വല്ലാത്തൊരു മൗലിദാണ്. ഒരു പറമ്പ് മുഴുവനും മൗലൂദ് പോകുന്ന ആൾക്കാർ, ആ പറമ്പിൻ്റെ മറ്റൊരു ഭാഗത്ത് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം, വീട്ടിൻ്റെ മുറ്റത്തൊന്നുമല്ല, വേറെ കാറ് തന്നെ റോഡിൽ അതിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് വാങ്ങി വേറെ ഒരു പറമ്പ് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാൻ ഒരു 100 ഡ്രൈവർമാർ. അങ്ങനെയുള്ള ഒരു വലിയ മൗലിദ് സദസ്സാണ്. എത്ര നേരമാണ് മൗലിദ് പോകുന്നത്? നേരം വെളുക്കുന്നവരെന്ന് പറയാവുന്ന വിധത്തിൽ രാത്രി ഒരുപാട് സമയം മൗലിദ് ഓതുകയും അതിൽ വലിയ 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 പ്രഭുക്കളായ ആളുകൾ സംബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ഈ മീലാദിയാണോ അതല്ല നിങ്ങൾ അതിലല്ലാത്തവരാണോ എന്നാ ചോദ്യം. മീലാദി എന്ന് പറഞ്ഞാൽ സുന്നികൾക്ക് മീലാദി എന്നാണ് അവിടെ പറയുക. മൗലിദ് കഴിക്കുന്നവരൊക്കെ സുന്നികളാണ്. മീലാദിയാണോ തബ്ലീഗാണോ ഞാൻ തോന്നുന്നു ചോദിച്ചത്. മീലാദിയാണോ ഗൈർ മീലാദിയാണോ? ഗൈർ മീലാദിയാണോ? അപ്പോൾ മീലാദി എന്ന് പറഞ്ഞാൽ നബിദിൻ കഴിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലല്ല, മൗലിദാകുന്നവർ സുന്നികളാണ്. അപ്പോൾ സുന്നിയാണോ അല്ലേ എന്നാ ചോദ്യം. സുന്നിയാണ് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ഹെൽപ്പും സഹായവും ഞങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അമേരിക്ക യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് അവർ പകർത്തിയെടുത്ത പല അഖ്ലാഖുകളും സ്വഭാവങ്ങളും നാം അവയിൽ കണ്ടിട്ടുണ്ട്. മുസ്ലിം സമുദായം അത് ഒഴിച്ചു കളഞ്ഞതാണെന്ന് ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ വെച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ നിർദ്ദേശിച്ച പല സൽസ്വഭാവങ്ങളും
അവർ പകർത്തിയെടുത്തിട്ട് ഉണ്ട്. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഖലീൽ തങ്ങളുണ്ടായിരുന്നു. അതിലല്ല പിന്നത്തെ ഒരു യാത്രയിൽ അന്ന് ബ്രഹ്മിംഹാമിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു യോഗത്തിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി പോലീസുകാർ വന്നു. പോലീസുകാർ വന്നിട്ട് അവർ രണ്ടാളെയും 2 പോലീസിൻ്റെ തൊപ്പിയെടുത്ത് കസാലിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചത്. എന്തിനാന്ന് ചോദിച്ചപ്പോൾ നമ്മളെ ബഹുമാനിച്ചിട്ടാണ് അവർ ആ തൊപ്പി ഇട്ട് കൊണ്ട് ഞങ്ങൾ നിങ്ങളെത്തൊക്കെ ധൈര്യത്തിൽ വരണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണെന്ന് ആ പോലീസിൻ്റെ തലയിലുണ്ടായിരുന്ന തൊപ്പിയെടുത്തിട്ട് പോലീസ് തന്നെ ഇരിക്കുന്ന കസേരൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചു. അത്ര വിനയമാണ് അവർ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അത് അല്ലാഹു തആല ഇൽമിനും സ്ഥാപനത്തിനും വെച്ച ബഹുമാനം എന്ന് ഞങ്ങൾ കരുതുന്നു. നമ്മളതിന് മാത്രം ഉണ്ടായിട്ടല്ല. എന്നാലും അള്ളാഹു അവരുടെ ഹൃദയത്തിൽ അത്രയും വിനയവും ഭയവും ഇട്ടുകൊടുത്തു എന്നതാണ് സത്യം. എന്ന് പറഞ്ഞാൽ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് നമുക്കെല്ലാവർക്കും അറിയാം. അത് കേൾക്കുമ്പോഴേക്ക് മറ്റുള്ളവർക്ക് ഓർമ്മ വരൽ ഹോളിവുഡ് സിനിമകളാണ്. എന്നാൽ ആ അമേരിക്കയിൽ പോലും മുസ്ലിമീങ്ങൾ വളരെ ഉറച്ച സുന്നി വിശ്വാസികളായി സുന്നത്തിയമായത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് മാത്രമല്ല, നമ്മളെക്കാളൊക്കെ അവർ വളരെ മുന്നേറുന്നവരാണ് എന്നാണ് അന്ന് ഉസ്താദ് അവിടെ എത്തിയ ആദ്യ രാത്രിയിൽ തന്നെ സംബന്ധിച്ച ആ വലിയ മൗലിദ് പരിപാടി തെളിയിക്കുന്നത്.